ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിൽ വർദ്ധിച്ചുവരുന്ന അസ്വസ്ഥതകൾക്കിടയിൽ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഇറാനികളോടൊപ്പം ഇസ്രായേൽ നിലകൊള്ളുന്നുവെന്നും മാറ്റത്തിനായുള്ള അവരുടെ പോരാട്ടത്തിലെ ഒരു നിർണായക നിമിഷമാണിതെന്നും നെതന്യാഹു മന്ത്രിസഭയെ അറിയിച്ചു. ഇറാൻ ജനത അവരുടെ വിധി സ്വന്തം കൈകളിലേക്കെടുക്കുന്ന നിമിഷമാണിതെന്നും നെതന്യാഹു പറഞ്ഞു. ഫ്ലോറിഡയിൽ വെച്ച് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം ചർച്ച ചെയ്തതായും നെതന്യാഹു വ്യക്തമാക്കി. 0 യുറേനിയം സമ്പുഷ്ടീകരണം എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പൊതുവായ നിലപാട് ചർച്ചയിൽ ആവർത്തിച്ചു. കൂടാതെ ഇറാനിൽ നിന്ന് 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതിന്റെയും ആണവ കേന്ദ്രങ്ങൾ കർശനവും യഥാർത്ഥവുമായ മേൽനോട്ടത്തിന് വിധേയമാക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്തതായും നെതന്യാഹു അറിയിച്ചു. അതേസമയം ഇറാനിൽ രാജ്യവ്യാപകമായി ഒരാഴ്ച നീണ്ടുനിന്ന പ്രതിഷേധങ്ങളിൽ കുറഞ്ഞത് 16 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ അറിയിച്ചു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 25 എണ്ണത്തിലായി 170-ലധികം സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതായാണ് US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കുകൾ.